നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. +2 എക്സാംസുകൾ കഴിഞ്ഞു. പ്രാക്ടിക്കൽസ് മാത്രം ഇനിയും +2ന്റെ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ള തിയറി പരീക്ഷകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചറിനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന, എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുന്ന, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന എൻട്രൻസ് എന്ന് പറയുന്നൊരു കാര്യം 100% ഞാൻ എപ്പോഴും എല്ലാ കുട്ടികളോടും പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ്. ഇതിന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളും എൻട്രൻസിലില്ല. എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ 100% വളരെ ഈസിയായി ക്രാക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഏത് എൻട്രൻസ് ആയാലും. അത് മെഡിക്കൽ എൻട്രൻസ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിട്ട്, ഏത് ഫീൽഡ് ഓഫ് എൻട്രൻസ് ആയാലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് വർക്ക് ചെയ്യാനൊരു മനസ്സ് വേണം. നല്ല ക്വാളിറ്റി ആയിട്ട് ക്ലാസ്സുകൾ അത് ആര് പഠിപ്പിച്ചാലും, ലോകത്തുള്ള ഏത് അധ്യാപകർ പഠിപ്പിച്ചാലും നന്നായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് കൃത്യമായ അവബോധമുള്ള കുട്ടികളാണ് ഈ കാണുന്നവരെല്ലാം. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ +2 കുട്ടികൾക്ക് +1 ഫോക്കസ് ഏരിയ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ടെക്സ്റ്റ് അരച്ച് കലക്കി നല്ല വൃത്തിയായിട്ട് പഠിച്ച് ഫുള്ള് പഠിച്ചാൽ മാത്രമേ, NCERT മൊത്തം പഠിച്ചാൽ മാത്രമേ നമുക്ക് ടോപ്പിലേക്ക് വരാൻ പറ്റത്തുള്ളൂ എപ്പോഴും എൻട്രൻസ്. അന്നേരം ഏതൊക്കെ രീതിയിൽ നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ച് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാം. നമുക്കറിയാം, ഒരു വീട് വെക്കുന്ന പോലാണ് ഇതിൻ്റെ തുടക്കം, എൻട്രൻസിൻ്റെ തുടക്കം. നമുക്ക് ബേസ് മുതൽ കൺസെപ്റ്റ് വരെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കണം. ഉറപ്പായിട്ടും ഇപ്പം നമ്മുടെ ഒരു കോച്ചിങ് തുടങ്ങുന്ന അങ്ങനെ തന്നെയാണ്. ബേസ് മുതൽ കൺസെപ്റ്റ് വരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. ഒരുപാട് ബാച്ചസ് ആയി. അടുത്ത ബാച്ചസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഏത് കുട്ടികൾക്കും, സാധാരണപ്പെട്ട കുട്ടികൾക്കും ചേരാൻ പറ്റും എന്ന് പറയുന്നതിന് കാരണം ഏറ്റവും കുറഞ്ഞ ഫീസിൽ എല്ലാ ഫെസിലിറ്റീസും അടങ്ങുന്ന ഏറ്റവും മികച്ച അധ്യാപകർ പഠിപ്പിക്കുന്ന എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് ബോധ്യമുള്ള കാര്യം മാത്രമാണ് പറയുന്ന മാഷ്. ഇത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ ഉറപ്പായിട്ടും അത് നിങ്ങൾക്കും ഓർമ്മയിൽ എന്നും നിൽക്കും. ഈ പറയുന്ന വാക്കാണ്, ചരിത്രമായിരിക്കും, സംശയം വേണ്ട. കാരണം അത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വട്ടം. അത്രയും ടോപ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റീസും തരും. ബേസ് മുതൽ എല്ലാ ചാപ്റ്റേഴ്സിന്റെ കൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരും. ഓരോ സബ്ജക്റ്റിൽ നിന്നും 1000-ൽ കൂടുതൽ ഏറ്റവും ടോപ്പായിട്ടുള്ള, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുകയാണ്. ഏത് ക്വസ്റ്റ്യനും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യും. ഏറ്റവും നല്ല PDF മെറ്റീരിയൽസ് കൂടി ക്ലാസ്സിൽ, റെക്കോർഡ് ക്ലാസ്സിലാവുമ്പോൾ നമുക്ക് ഏത് സമയം ക്ലാസ്സിൽ കാണാം, ഏത് സമയം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. എന്നാൽ ലൈവ് ഇൻട്രാക്ഷൻ, ലൈവ് സെഷൻസ് കാണും, മോക്ക് ടെസ്റ്റുകൾ കാണും, ടെസ്റ്റ് പേപ്പേഴ്സ്, റിവിഷൻ ക്ലാസ്, ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു സാധാരണ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ചേരാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നീറ്റോ, കീമോ അല്ലെങ്കിൽ JEO, NDA ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ആകെ 3999 രൂപ മാത്രമല്ല. സെപ്പറേറ്റ് ആയിട്ട് കീം സെപ്പറേറ്റ്, നീറ്റ് സെപ്പറേറ്റ്, JEE സെപ്പറേറ്റ് ആയിട്ട് വരുന്ന 3999 രൂപ മാത്രം. ഒരു നല്ല ടെക്സ്റ്റ് മേടിക്കണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി കാശ് നമ്മൾ മുടക്കണം. എന്നാൽ നിങ്ങളിനി നീറ്റും കീമും എഴുതുന്നു, ഒരിക്കലും ഒരിടത്തും ഒരു ആരും വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പിച്ചെനിക്ക് നമുക്ക് പറയാൻ പറ്റും, നീറ്റും കീമും JEEയും NDAയും പോലുള്ള ഫുൾ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് 5000 രൂപ മാത്രമേ ഉള്ളൂ. അതായത് എഞ്ചിനീയറിംഗും മെഡിക്കൽ എൻട്രൻസുകളെല്ലാം എഴുതുന്നതിന് നിങ്ങൾക്ക് 4999 രൂപ അല്ലെങ്കിൽ 5000 രൂപ മാത്രമേ ഉള്ളൂ ഫീസ് എന്ന് പറയും. അന്നേരം ഫീസാണ് പലരെയും 50% പേരെയും പിന്നോട്ട് വരികയോ, ഇത്രയും ഫീസ് കൊടുത്ത് നമുക്ക് പഠിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ മനസ്സും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കഴിവ്, അധ്യാപകരല്ല ഒരിക്കലും പറയേണ്ടത്. ഞാനിപ്പം പറഞ്ഞത് നമ്മുടെ ക്ലാസ്സിൽ കേട്ടിട്ടുള്ള കുട്ടികൾക്കും കണ്ടിട്ടുള്ള കുട്ടികൾക്കും ഉറപ്പായിട്ട് പറയും എങ്ങനെയൊക്കെയാണ് ക്ലാസ്സിൽ എടുക്കുന്നത്. എൻട്രൻസിന്റെ വേ ഓഫ് മെത്തേഡ് വ്യത്യാസമാണ്. കൃത്യമായിട്ട് സബ്ജക്ട് നോളജോട് കൂടി പഠിപ്പിക്കുന്ന അധ്യാപകർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ് എല്ലാവരും. ഇപ്പം ഇതിനകത്ത് മാത്സ് എടുക്കുന്ന ശ്രീജേഷ് സാർ തന്നെയാണ്. നിങ്ങൾക്ക് ശ്രീജേഷ് സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ടോണ്ടിട്ടുണ്ട എല്ലാ കുട്ടികൾക്കും അറിയാം, ഗംഭീരമായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അതായത് ഒരാളായി അവിടെ എടുക്കുന്നതിനുള്ള കാരണം ആ അധ്യാപകൻ ഗംഭീരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരാൾ അധ്യാപകൻ്റെ ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. എല്ലാ കാര്യങ്ങളും തീർത്ത് വെച്ചിരിക്കുക. 2, കെമിസ്ട്രി പഠിപ്പിക്കുന്ന രാഹുൽ സാറാണ്. പ്രത്യേകിച്ച് അതേ എൻട്രൻസിൽ വളരെ ഗംഭീരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അന്നേരം ഈ പറഞ്ഞ പോലെ ബേസ് മുതൽ കൺസെപ്റ്റ് വരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫിസിക്സും കെമിസ്ട്രി. ബോട്ടണി പഠിപ്പിക്കുന്നത് ബോട്ടണി സ്കൂളിൽ 2 അധ്യാപകരാണ്, ഡോക്ടർ വിജയകുമാർ സാറും
വിപിൻ സാർ, ഇവർ എല്ലാം ഒരു 15 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകർ. ഫിസിക്സ് ഞാനാണ് പഠിപ്പിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം, നമുക്കും ഈ എക്സ്പീരിയൻസ് 19 വർഷം എക്സ്പീരിയൻസിന്റെ മാക്സിമം എല്ലാം എടുത്തായിരിക്കും അതിന്റെ ഔട്ട്കം നിങ്ങൾക്ക് കിട്ടുന്നത്. ടോപ്പ് റാങ്കിൽ നിങ്ങളെ എത്തും എന്നുള്ളത് സംശയമില്ല. പിന്നെ പരസ്യവാചകങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഇത്രയും ദിവസം സഹായിച്ചെത്താമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏത് ഉയരങ്ങളിൽ എത്താമെന്ന് വിശ്വസിക്കുന്ന ഒരു മാഷാണ്. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ. നീറ്റ് പ്ലസ് കീം പ്ലസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. നീറ്റ് സെപ്പറേറ്റ് ആയിട്ട് കീം സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുള്ളവർ അങ്ങനെ കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ തന്നെ കൃത്യമായിട്ട് എല്ലാവർക്കും ഞാൻ തന്നെ റിപ്ലൈ തരും. ചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം 9447015114 എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. SMS ചെയ്യേണ്ട, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അന്നേരം ക്ലാസ്സുകൾ തുടങ്ങുന്ന അടുത്ത ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 28-30 ഏപ്രിൽ 28, 30, 1, 3, 5 ഈ 5 ദിവസം ബാച്ചസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ആ ദിവസങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം അടുത്ത ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യും. ഒരു ആദ്യം തന്നെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ ചേരുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഒരു ദിവസം നമുക്ക് കളയാൻ ഇല്ല. ഏറ്റവും മാക്സിമം വർക്ക് ചെയ്യുക. ഏറ്റവും മാക്സിമം നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും കൂടി ഈ പറഞ്ഞ പോലെ പരീക്ഷ തീരുന്നവരെയാണ് കോഴ്സ് എന്ന് പറയുക. അല്ലാതെ 40 days, 30 days, 20 days ഒന്നുമില്ല. എന്ന് വരെയാണോ JEE അല്ലെങ്കിൽ എന്ന് വരെയാണോ നീറ്റ് ഇപ്പം പറഞ്ഞേക്കുന്നത് ജൂലൈ 17 ജൂലൈ 16 രാത്രി അല്ലെങ്കിൽ ജൂലൈ 17 വരെയുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് കിട്ടും. എന്നാണ് ജൂലൈ 3 കീമെങ്കിൽ ജൂലൈ 3 വരെ ഉള്ളത് കിട്ടും. അന്നേരം അവിടെ റിവിഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. വളരെ കുറഞ്ഞ ഫീസിൽ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള പഠനം. അത് കേരളത്തിലെ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നതാണ്, മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതാണ്. ഉറപ്പായിട്ടും അത് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അന്നേരം ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും, ഒരിക്കലും ഞാൻ ഒന്നിനും ഫോഴ്സ് ചെലുത്താത്തൊരു അധ്യാപനാണ്. ഒരിക്കലും ഇതിനു പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കെല്ലാം ചേരാനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുമ്പം ആ ചാൻസുകൾ ഒരിക്കലും കളയാതിരിക്കുക. നന്നായിട്ട് ആലോചിച്ച്, വളരെ കാര്യമായിട്ട് ആലോചിച്ച്, രക്ഷാകർത്താക്കളെല്ലാം ആലോചിച്ചതിന് ശേഷം തീരുമാനം എടുക്കുക. നിങ്ങൾക്കിത് 100% ഉറപ്പായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിന് മുകളിൽ ഇത് നിങ്ങളെ എത്തിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അന്നേരം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പറ്. നിങ്ങൾ നീറ്റ് മാത്രം, കീം മാത്രം, JEE മാത്രം എടുക്കുകയാണെങ്കിൽ, NDA മാത്രം എടുക്കുകയാണെങ്കിൽ അത് മാത്രമായിട്ട് കൊടുക്കുക. ഇതിനി മൊത്തത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പോലും ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു വലിയ ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ഇത് ഫീസ് ഇല്ലാതെ പഠിപ്പിക്കുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് വലിയ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ +1 +2 കൺസെപ്റ്റ് മൊത്തം പഠിപ്പിക്കണം, എല്ലാ ചാപ്റ്റേഴ്സും. ഓരോ സബ്ജക്റ്റിൽ നിന്നും 1000 കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകരുടെ ഏറ്റവും മാക്സിമം വർക്ക് നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ഇരിക്കുന്നത്. അന്നേരം അത്രയും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മിനിമം, അത് ഏറ്റവും കൂടുതൽ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അന്നേരം ബാക്കിയുള്ള വീഡിയോസും എല്ലാം ഇതിൻ്റെ പുറകെ വരും. അന്നേരം ചേരണവർക്കെല്ലാം ചേരാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അധ്യാപകർ കൃത്യമായിട്ട് അതിനെ ഗംഭീരമായിട്ട് ചെയ്യും. ചേർന്ന കുട്ടികൾ എത്രയോ പേർക്ക് കമൻസ് ഇടാം. ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ ഭാവിയിലെ വഴിത്തിരിവായിരിക്കും. എൻട്രൻസ് തന്നെ ആയിരിക്കും. നിങ്ങൾ അടുത്ത് എന്താഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പാണ്. 100% കോൺഫിഡൻ്റ് ആയിട്ടാണ് മാഷ് പറയുന്നത്. ഇത് കിട്ടിയിരിക്കും. അന്നേരം നിങ്ങൾ മെസ്സേജ് അയക്കാം. വിളിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അറ്റൻഡ് ചെയ്യത്തില്ല, ഞാൻ ക്ലാസ്സിലായതുകൊണ്ട് മാത്രമായിരിക്കാം. അല്ലെങ്കിൽ ബാക്കി എല്ലാം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ തന്നെ റിപ്ലൈ ചെയ്യുന്നതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അന്നേരം ചലഞ്ച് ഏറ്റെടുക്കുക, പോരാടാൻ റെഡിയാകാൻ. നമുക്ക് വാശിയോടെ പഠിക്കാനുള്ളൊരു മനസ്സ് മാത്രം മതി. അത് വേണം. കാരണം നമ്മുടെ ഭാവി നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നെവർ എവർ ഗിവ് അപ്പ്.